ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഡിവൈൻ യൂണിയൻ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. എപ്പോഴും ഈ ഒരു ജേണിയെക്കുറിച്ച് ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് ഡിവൈൻ ഫെമിനൈൻ ആണ്. വളരെ ചുരുക്കം ചില കേസസിൽ ഡിവൈൻ മസ്കുലൈനും മനസ്സിലാക്കാറുണ്ട്. എനിക്ക് ഈ ഒരു ടോപ്പിക്ക് പറയാനുള്ളൊരു എളുപ്പത്തിന് ഏറ്റവും ആദ്യം ഈ ഒരു ജേണി മനസ്സിലാക്കുന്നത് ഡിവൈൻ ഫെമിനൈൻ എന്നാണ് ഞാൻ ഈ വീഡിയോ ഉടനീളം പറയാൻ പോകുന്നത്. അപ്പോൾ DF ഈ ഒരു ജേണിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പും മനസ്സിലാക്കി കഴിഞ്ഞാലും കുറച്ച് നാളൊക്കെയും DF ഇങ്ങനെ DMൻ്റെ പിന്നാലെ ഇങ്ങനെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അവർക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അവർ പിന്നാലെ DMൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. DMനെ കുറിച്ച് ഉള്ള ചിന്തകൾ വളരെ കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർ ചേസ് ചെയ്യും, ഫോണിൽ സ്റ്റോക്ക് ചെയ്യും, DM യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസിലൊക്കെ പോയിട്ട് സ്റ്റോക്ക് ചെയ്യും. ചുറ്റുവട്ടത്തുള്ളവരാണെങ്കിൽ അല്ലാതെ അന്വേഷിക്കാനായിട്ട് ശ്രമിക്കും, DM എന്ത് ചെയ്യുന്നു, ആരോടൊപ്പമാണ് എന്നൊക്കെ. അവിടേക്കും ഈ ഒരു ഫെമിനൈന് ട്രിഗർ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ എത്രത്തോളം ഈ ഒരു DMനെ ചേസ് ചെയ്ത് പോകുന്നുവോ അതിനനുസരിച്ച് ഇവർക്ക് ട്രിഗർ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇതിനൊരു പ്രതീക്ഷ, ഇവരുടെ പ്രതീക്ഷയൊക്കെ നശിക്കുകയും ഇവരുടെ കാര്യം നോക്കി ഒതുങ്ങുകയും ചെയ്യും. അത്തരത്തിൽ ഇവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്ന ഏതോ ഒരു ടൈമിലാണ് ഇവർ ഈ ഒരു ജേണിയെക്കുറിച്ച്, ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു ജേണി ബേസ് ആയിട്ടുള്ള ഹീലിംഗ് ഒക്കെ ചെയ്യും. ആ ഒരു ഹീലിംഗ് ചെയ്യുന്നൊരു ടൈമിലും ഇവർക്ക് ഒരു യൂണിയനിലെത്തണം, അതായത് ഇവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട് വീണ്ടും പഴയതുപോലെ ഒരുമിച്ച് വരണം എന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ടായിരിക്കും. അത്തരത്തിലാണ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ജേണി കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവർ ഫെമിനൈൻ സ്വന്തം കാര്യമൊക്കെ നോക്കി ജേണി വൈസ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു എനർജി അങ്ങോട്ടേക്ക് മസ്കുലൈനിലേക്ക് കൊടുക്കാതെ വരുമ്പോൾ മസ്കുലൈൻ തിരിച്ചു വരും. മസ്കുലൈൻ തിരിച്ച് വരുമ്പോൾ കൂടുതൽ ഫെമിനൈൻസും സ്വീകരിക്കില്ല. കാരണം ഇവർക്ക് കുറേയധികം ട്രിഗർ കിട്ടിക്കഴിഞ്ഞു, കുറേയധികം വേദനയുണ്ടായി. ഇനിയും ആ ഒരു വേദന അവർ ഫേസ് ചെയ്യാൻ അവർക്കൊരു ഭയം ഉണ്ടാകും. അതുപോലല്ല, അവർ ജേണി വൈസ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവും അവർ ഹീൽഡ് അല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു DMO വന്നാലും പെയിന് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നറിയാവുന്നുള്ളത് കൊണ്ടും DMനും അവേക്കനിങ്ങിനുള്ള ഒരു ടൈമും സ്പേസും കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു DF അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് വെച്ചുകൊണ്ട് അവർ കുറേയധികം ആ ഒരു സിറ്റുവേഷനിൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയും അതിലേക്ക് പോകണ്ട എന്നുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റോട് കൂടി അവരെ മാറി നിൽക്കും. ആ ഒരു ടൈമിലാണ് മസ്കുലൈൻ്റെ ആ ഒരു ലൈഫ് സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്യുകയും ചുറ്റിലുമുള്ള ആ ഒരു പേഴ്സൺസ് ആയിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെയൊക്കെ ഒരു റിയൽ ഫേസ് മനസ്സിലാക്കുന്നതും. അവിടെ ഒരു സ്ട്രഗിള് മസ്കുലൈൻ ആവശ്യമാണ്. കാരണം ഫെമിനൈൻ എങ്ങനെയാണ് അവേക്കനായി വന്നിട്ടുള്ളത്, ആ ഒരു സെപ്പറേഷൻ ഫേസിൽ ആ ഒരു മസ്കുലൈനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കിട്ടാതെ വന്ന ആ ഒരു സോൾ പെയിനിൽ നിന്നാണ് അവിടെ ഒരു അവേക്കനിങ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സോൾ പെയിൻ മസ്കുലൈൻ ആവശ്യമാണ്. മസ്കുലൈൻ അതിനോടൊപ്പം തന്നെ ഒരു ഫിസിക്കൽ വേൾഡിലും കുറേയധികം സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഫെമിനൈനേക്കാളും ഫിസിക്കൽ വേൾഡിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് മസ്കുലൈൻസ് ആണ്. അവരൊരുപാട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന, വളരെ ചൂഴ്ന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് അത്രയ്ക്കും വലിയ ഫിസിക്കൽ സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് വരത്തുള്ളൂ, അവർ അവേക്കനാകത്തുള്ളൂ. അതിൽ നിന്നൊക്കെയാണ് അവർ ഈ ഒരു ജേണിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. അപ്പോൾ അത്രയ്ക്കും വലിയ സ്ട്രഗിൾസ് മസ്കുലൈൻസ് നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെ ആ ഒരു ടൈമും സ്പേസും ഏതൊരു ഫെമിനൈനാണോ കൊടുക്കുന്നത്, അവിടെയാണ് ഈ ഒരു ജേണി പ്രോപ്പർ വേയിൽ മുന്നോട്ട് പോകുന്നത്. ചില ഫെമിനൈൻസ് ആ ഒരു ടൈമും സ്പേസും കൊടുക്കത്തില്ല. എപ്പോഴൊക്കെ ആ ഒരു DFലേക്ക് വരുന്നുവോ അപ്പോഴേക്കും അക്സെപ്റ്റ് ചെയ്യും. തിരിച്ചു പോകുമ്പോഴും ആ ഒരു പെയിൻ സഹിച്ച് അവിടെ നിൽക്കും. വീണ്ടും വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാണ്ട് ആ ഒരു ഫെമിനൈൻ എനർജിയിലേക്ക് അവർ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ബോൾഡ്നെസ്സിലേക്ക് അവർ വന്നിട്ടില്ല എന്ന്. ഏതൊരു റിലേഷൻഷിപ്പിലും നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ആവശ്യമാണ്.
ഇതൊരു ഡിവൈൻ റിലേഷൻഷിപ്പാണ്, ഇവിടെയും അത് ആവശ്യമാണ്. ഓക്കെ ഇല്ലയാ? അപ്പോൾ അത്തരത്തിൽ വളരെ ബോൾഡായിട്ട് സ്വന്തം കാര്യമൊക്കെ നോക്കി ജേർണി വൈസ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് ഫെമിനൈൻ മുന്നോട്ട് പോവാണ്. ഫെമിനൈൻ ചെയ്യുന്ന ഓരോ ഹീലിങ്ങും അവിടെ മസ്കുലൈനിലും വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ജേർണി വൈസ് ആയിട്ടുള്ള സ്ട്രഗിൾസ് മസ്റ്റാണ്. അപ്പോൾ ഫെമിനൈൻ ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി ഹീലിംഗ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഫെമിനൈന് അവിടെ അവരുടെ പർപ്പസ് എന്താണ്, അവരുടെ സോൾ പർപ്പസ്, ലൈഫ് പർപ്പസ് ഒക്കെയും അവർക്ക് മനസ്സിലാകും. അവർ ആ ഒരു കാര്യത്തിലേക്കൊക്കെ അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവർ അങ്ങോട്ടേക്ക് ആകും അവരുടെ ശ്രദ്ധ കൂടുതലും. അത്തരത്തിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവർ ഈ ഒരു ജേണിയെ, ഇവരെന്നുള്ള വ്യക്തിയെ, ഇവരുടെ കൗണ്ടർ പാർട്ടിനെ, ഈ ഒരു ടിൻ ഫ്ലെയിം കണക്ഷനെ ഒക്കെയും ഡിവൈനിൽ സറണ്ടർ ചെയ്യും. ഡിവൈനോട് അവർ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഈശ്വരനോട് അവർ പ്രാർത്ഥിക്കുന്നത്, എനിക്കും എൻ്റെ കൗണ്ടർ പാർട്ടിനും ഞങ്ങളുടെ ഡിവൈൻ ജേണിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിവൈൻ കണക്ഷനും ഹിതകരമായിട്ടുള്ളത് എന്താണോ അത് ഭഗവാൻ നടത്തി തരട്ടെ, അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഈ ജേണി കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ചിന്തയും പ്രവൃത്തിയും. ഓരോരുത്തരുടെ ജേണി വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ളൊരു സമർപ്പണം ആവശ്യമാണ്, ഡിവൈനിനെ സമർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുന്നിടത്തോളം നമുക്ക് ഈ ഒരു ജേണിയെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മൾ ആ ഒരു അത്തരത്തിലുള്ള ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു സറണ്ടറിങ് വരുവാണ്. ഈ ഒരു സറണ്ടറിങ്ങിലൂടെ അവിടെ ഒരു സോൾ മെർജിങ് സാധ്യമാവുകയാണ്. ഈ ഒരു മസ്കുലൈൻ എനർജിയും ഫെമിനൈൻ എനർജിയും തമ്മിലുള്ള ഒരു സോൾ മെർജിങ് അവിടെ സാധ്യമാകും. ആ സോൾ മെർജിങ് അത് പതിയാണ് അത് സാധ്യമായി ഒരു കംപ്ലീഷനിലേക്ക്, സോൾ മെർജിങ്ങിലേക്ക് എത്തുന്നത്. അവിടെയും കുറച്ചധികം ടൈം ആവശ്യമാണ്. അത്തരത്തിൽ കുറേ കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഫെമിനൈന് പിന്നീട് സ്വന്തം കൗണ്ടർ പാർട്ടിനെ ഒരു ഫിസിക്കൽ വേൾഡിൽ തിരയേണ്ട ഒരാവശ്യം വരില്ല. അവർ അത്തരത്തിലേക്ക് അത്രയും ഡിവൈൻലി കണക്റ്റ് ആയിട്ടുണ്ടാവും. അതായത് അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ ആ ഒരു കൗണ്ടർ പാർട്ടിനെ അവർക്ക് കാണാൻ സാധിക്കും. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതെൻ്റെ ഡിവൈൻ പാർട്ടാണ്, ഇതെൻ്റെ ഡിവൈൻ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ഡിവൈൻ വൈഫാണ്. ഞങ്ങൾ ഈ ഒരു ഭൂമിയിലെ ഈ ഒരു ജന്മത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്, ഞങ്ങൾ ഇത്രയും ജന്മങ്ങളിൽ ഞങ്ങളിലുണ്ടായിട്ടുള്ള ഈ ഒരു സോളിലുണ്ടായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും തീർത്ത് അല്ലെങ്കിൽ ഹീൽ ചെയ്ത് ഞങ്ങളുടെ ഈ ഒരു സോളിന് ഒരു മോക്ഷം നേടി ഞങ്ങൾക്ക് ഇരുവർക്കും ഒരുമിച്ച് ഭഗവത് സന്നിധിയിലേക്ക്, ഡിവൈനിലേക്ക് ചെന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് എന്നിവർ മനസ്സിലാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളായിരിക്കും പിന്നെ അങ്ങോട്ട് വളരെയധികം സമർപ്പണ ബോധത്തോടു കൂടി ഇവർ മുന്നോട്ട് പ്രവർത്തിക്കും. അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് ആ ഒരു കൗണ്ടർ പാർട്ടിനെ കാണാൻ സാധിക്കും. അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ നിങ്ങളുടെ ഒരു കൗണ്ടർ പാർട്ടിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടും ഒരുമിച്ച് ചിലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലേസസിലേക്ക് എത്തുമ്പോഴോ അത്തരത്തിലുള്ള വിഷ്വൽസിലേക്ക് എത്തുമ്പോഴോ നിങ്ങൾക്ക് പെയിനായിരുന്നിരിക്കുക. ഈ ഒരു സോൾ മെർജിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഡിവൈൻ യൂണിയനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെയും കാണുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. ഒരു പിക്ചറൊക്കെ, കൗണ്ടർ പാർട്ടിൻ്റെ പിക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു സ്നേഹം അവരോട് തോന്നും. അത് എത്തരത്തിലുള്ള സ്നേഹമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമുക്ക് ഈശ്വരനിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു സ്നേഹം തോന്നത്തില്ലേ ഭഗവാനോട്? അത്തരത്തിലുള്ളൊരു സ്നേഹം നമ്മുടെ ഭഗവാനെ തുല്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഭഗവാൻ ഏറ്റവും ആദ്യമാണ്, എന്നാലും നമ്മുടേതാണല്ലോ, നമ്മുടെ ഭാഗമാണല്ലോ. അത്തരത്തിലൊരു സ്നേഹം, അത്തരത്തിലൊരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് അവരേതൊരു സിറ്റുവേഷനിൽ നിന്നാലും അവരാരോടൊപ്പമാണെങ്കിലും നമുക്ക് ഒരു സോൾ ലെവലിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരുമ്പോഴാണ് അതിനെയാണ് ഡിവൈൻ യൂണിയൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ പോസിബിളായി എന്ന് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ
നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ യൂണിയനിലേക്ക് വരാനായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെങ്കിൽ അത് അത്രയും ഒരു ഒരു വലിയൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ, ഡിവൈൻ്റെ ഹെൽപ്പോടുകൂടി, ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി, നിങ്ങളുടെ എല്ലാ ഡിവൈൻ പവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.